അല്ല, ഈ സംവിധാനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ മാത്രം അങ്ങനെ എന്താണ് നമുക്ക് തോന്നിയത്? നമുക്കൊരു സംവിധായകനായി മാറണം എന്ന ആ ഒരു ചിന്ത ആ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അത് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു 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 എന്താണ് ഒരു അപാരമായ പിന്നെ മുഖസൗന്ദര്യവും പിന്നെ ഉള്ള ഒരു വ്യക്തി എൻ്റെ ഇളയ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ കാണാൻ വന്നിരുന്നു. ഒരു ഗോട്ടി താടിയൊക്കെ വെച്ച് സ്വപ്പം സൈസൊക്കെ ആയിട്ട് ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരാണ് രാമുക്കാരി. അദ്ദേഹത്തെ കണ്ടതിന് ശേഷം അദ്ദേഹം അപ്പോൾ ഡയറക്ടറാണെന്ന് പരിചയപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് തൊഴുന്നത് രണ്ട് കൈകൂപ്പി തൊഴുന്നത് ഡയറക്ടർ രാമുകാരി സാറാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തെ ഞാൻ പത്രപ്രവർത്തകനായപ്പോഴത്തേ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കും ഇരിപ്പും പിന്നീട് സേതുമാധവൻ സാറിനെയും ഇതേപോലെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യ മുതലാളിയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് കുട്ടിക്കാലത്ത്. വലുതായി കഴിഞ്ഞ് പത്രപ്രവർത്തകനായി കഴിഞ്ഞ സമയത്ത് ഞാൻ എല്ലാ താരങ്ങളെയും, കമലഹാസൻ ഉൾപ്പെടെയുള്ള, കമലഹാസൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ആ കാലഘട്ടത്തിൽ. പത്രപ്രവർത്തകനായിരുന്ന സമയത്ത് എല്ലാവരും ഇത് സിനിമ മാഗസിൻ വരെ നടത്തി ഒരു സിനിമ മാസിക നടത്തി. എന്നിട്ട് ഞാൻ അന്ന് കുട്ടിക്കാലത്ത് അങ്ങനെ ആണ് ഒരു സംവിധായകൻ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിലൊരു പിന്നെ മാസിക ഉണ്ടായിരുന്നു, നാനയും വെള്ളി നക്ഷത്രവും ഒക്കെ വരുന്നതിന് മുമ്പ് സിനിമാ മാസിക എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ഒരു കുട്ടിപ്പത്രമാണത്. അതൊന്ന് വലിയ വ്യാപകമായ പ്രചാരണം ഉണ്ടായിരുന്നിട്ടുള്ള സിനിമയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ടാബ്ലോയിഡോ അല്ല, അത് കൊച്ചു പുസ്തക രൂപത്തിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് വാങ്ങി വായിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ BSc സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, അന്ന് സെക്കൻഡ് ഇയർ ഡിഗ്രി കഴിഞ്ഞിരിക്കണം. ഇപ്പോഴാണ് ഡിഗ്രി മാൻഡേറ്ററി ആയത്. അന്ന് ഞാൻ അപ്ലൈ ചെയ്തു. 12ാമത്തെ റാങ്ക് എനിക്ക് കിട്ടി, ഓൾ ഇന്ത്യ. ഞാൻ പോയി. ഞാൻ ട്രെയിനിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് മദ്രാസിൽ ഇറങ്ങി, അന്ന് ഡയറക്റ്റ് ട്രെയിനൊന്നും ഇല്ല ഡൽഹിക്ക്. മദ്രാസിൽ ഇറങ്ങി അവിടെ ഒരു നൈറ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അടുത്ത ട്രെയിനിൽ കയറി പോകുമ്പോൾ എൻ്റെ കൂടെ ഒരാളെ പരിചയപ്പെട്ടു ഞാൻ. അപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂവിന് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഫോട്ടോഗ്രാഫി പഠിക്കാനാണ് വരുന്നത്. ഞാൻ ചോദിച്ചു എത്രാമത്തെ റാങ്ക്? സോറി, എനിക്ക് 4ാമത്തെ റാങ്കും അദ്ദേഹത്തിന് 13ാമത്തെ റാങ്കാണ് പുള്ളി ഇട്ടത്. എനിക്ക് 4th റാങ്കാണ്, ഓൾ ഇന്ത്യ ആണ്. അപ്പോൾ പറഞ്ഞു ഫോട്ടോഗ്രാഫി പഠിക്കാൻ നമ്മൾ ഞങ്ങൾ ചെല്ലുന്നു, ഇൻ്റർവ്യൂ കഴിയുന്നു. അന്ന് ജഗത് മുരാരി ആയിരുന്നു പ്രിൻസിപ്പൽ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ അന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമിയിൽ വൈസ് ചെയർമാനായിരുന്നു, സെൻട്രൽ സംഗീത നാടക അക്കാദമി. അപ്പോൾ ആ ഗ്രാൻഡ് ഫാദറിനോട് ഞാൻ ചോദിച്ചു, അവിടെ ബോർഡ് മെമ്പറാണ് ജഗത് മുരാരി, ഒരു റെക്കമെൻഡേഷൻ ശുപാർശ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇഫ് യു ഫീൽ ദാറ്റ് you need recommendation in the field of art, that itself is a disqualification. Yes. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി ചെന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ഹഡിൽസും കഴിഞ്ഞ് ജയിച്ച് ഫൈനൽ ഇൻ്റർവ്യൂ വരെ എത്തി. അല്ലാത്തവരെ പകുതി ആവുമ്പോൾ പറഞ്ഞു വിടും. പിന്നെ അപ്രിസിയേഷൻ കഴിയുമ്പോഴത്തേക്കും കുറേ സിനിമ കാണിക്കും, അതിൻ്റെ അപ്രിസിയേഷൻ എഴുതണം. അപ്രിസിയേഷൻ മോശമാണെങ്കിൽ പറഞ്ഞു വിടും. അങ്ങനെ ഓരോ ലെവലിലും പറഞ്ഞു വിടും. അങ്ങനെ നിന്നിട്ട് ഫൈനൽ ഇൻ്റർവ്യൂ വരെ എത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഋഷികേശ് മുഖർജി ആയിരുന്നു ബോർഡ് ചെയർമാൻ, ഇൻ്റർവ്യൂയിങ് ബോർഡിൻ്റെ ചെയർമാൻ. അദ്ദേഹം ചോദിച്ചു, പെയിൻറ്റിംഗ് ഉണ്ട് എനിക്ക്, കഥ എഴുത്തുണ്ട്, കവിത എഴുത്തുണ്ട്, എല്ലാം ഉണ്ട്. അതർ ദാൻ ദാറ്റ് ഡു യു ഹാവ് എനി അതർ ആക്ടിവിറ്റി ഇൻ എനി അതർ ഫീൽഡ്? ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു. ഞാനന്ന് കേരള സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ഞാൻ ആദ്യം KSUവിൻ്റെ തിരുവനന്തപുരം താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. TM ജേക്കബുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ, ഇവിടെ അടുത്ത് ഈ SA ഹോസ്റ്റലിലാണ് അദ്ദേഹം താമസിച്ചത്. അതുമായിട്ടുള്ള ബന്ധം കാരണം അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയി KSCയുടെ ആദ്യത്തെ ജില്ലാ പ്രസിഡന്റാക്കി. അതായത് അവിഭക്ത കേരള കോൺഗ്രസിൻ്റെ ഫസ്റ്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, KSUവിൻ്റെ കേരള വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഫസ്റ്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റായി. ഞാനതങ്ങ് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഐ വിൽ നെവർ എൻ്റർടൈൻ പൊളിറ്റീഷ്യൻസ് ഇൻസൈഡ് ദിസ് ക്യാമ്പസ് എന്ന് ജഗത് മുരാരി ഋഷികേശ് മുഖർജി പറഞ്ഞു. ഏതായാലും എനിക്ക് കിട്ടിയില്ല. ഒരൊറ്റ കാരണം കൊണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോയില്ലാണ്.
ഒരു ഗമയടിക്കാൻ പോയത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു പക്ഷേ ആയിരിക്കാം സാർ. കാര്യം നമ്മൾ ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരു സമയമാണല്ലോ എല്ലാവരും. അത് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിബാർ ചെയ്യപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് ശ്രീ എം എം ഹസനാണ് കൊണ്ടുവരുന്നത്. പക്ഷെ എന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്ന ടി എം ജേക്കബാണ്. അങ്ങനെ അങ്ങനെ കിട്ടിയില്ല. തിരിച്ച് ട്രെയിൻ, അപ്പോൾ ഞാൻ എൻ്റെ കൂടെ അങ്ങോട്ട് യാത്ര ചെയ്ത ആളിനെ പിന്നെ കണ്ടിട്ടില്ല. തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ അദ്ദേഹം മദ്രാസിലേക്കുണ്ട്, വേറൊരു ബോഗിയിൽ ഞാൻ കണ്ടു. ഹലോ, കിട്ടിയോ? കിട്ടിയില്ല. അപ്പോൾ എവിടെ പോകണു? അത് ഞാനൊന്ന് മദ്രാസിലൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അന്ന് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെയാണ് ശ്രീനിവാസൻ പഠിച്ചത്, അവിടെയാണ് രജനീകാന്ത് പഠിച്ചത്. അങ്ങനെ നിരവധി പ്രഗത്ഭമതികളായിട്ടുള്ള ഡയറക്ടർ എല്ലാം പഠിച്ചത് അവിടെയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തായാലും എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിരിഞ്ഞു. പിറ്റേന്ന് ഞാനൊരു ലോഡ്ജിൽ താമസിച്ചിട്ട്, അവിടെ ഒരു കുഞ്ഞ് ലോഡ്ജിൽ താമസിച്ചിട്ട്, അവിടുന്ന് എൻ്റെ ആലുവയിൽ എൻ്റെ അമ്മയുടെ വീടിൻ്റെ എതിരെ ഒരു കൊച്ചു വീടെന്നൊരു വീടുണ്ട്. അവിടുത്തെ ഒരു അംഗം, അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ എസ് കെ നായർ, മരിച്ചു ഇപ്പോൾ, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ, സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, അദ്ദേഹം സെൻസർ ബോർഡ് മെമ്പറാ. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബന്തവല്ലിപ്പക്കത്തെ, ഇപ്പോഴും നല്ല ഓർമ്മ, നമ്പർ 12 എന്നെങ്ങാണ്ടാണ് ആ വീടിൻ്റെ പേര്, ബന്തവല്ലിപ്പക്കം, ഈസ്റ്റ് സർക്കുലർ റോഡ്, നമ്പർ 12 ഈസ്റ്റ് 212 ഈസ്റ്റ് സർക്കുലർ റോഡ് എന്നുള്ള അഡ്രസ്സുണ്ട്. അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല, അച്ഛനും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല, അപ്പനും അറിഞ്ഞിട്ടില്ല. ഞാൻ തന്നെത്താനെ കണ്ടുപിടിച്ച് അവിടെ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് പരാജയപ്പെട്ട കക്ഷി ഇരിപ്പുണ്ട്, അവിടെ ഇരിക്കണം. അപ്പോൾ ആ കക്ഷി എന്താണ് സംഭവം? അടയാർ ഇഷ്യൂ. അപ്പോൾ അടയാർ ഇഷ്യൂട്ടുമായിട്ടൊക്കെ വലിയ ഒരുപാട് സിനിമാക്കാരെ വളർത്തിക്കൊണ്ടുവന്നൊരു വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ എസ് കെ നായർ. ഒരുപാട് പേര് അഭയമായിരുന്നു ആ വീട്. അപ്പോൾ അദ്ദേഹം പിന്നെ നിവാസിന് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒരിക്കൽ കൂടെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രൈ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാനത് വിട്ടു. അദ്ദേഹം അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ആ വ്യക്തി ആരാണെന്നറിയാമോ? ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ക്യാമറാമാനായിരുന്ന നിവാസ്. പിൽക്കാലത്ത് പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് തള്ളിക്കളഞ്ഞെങ്കിലും കിഴക്കേ പോകുന്ന റെയിൽ, 16 വയതിലെ തുടങ്ങിയ ഭാരതി രാജയുടെ സിനിമകൾ മുഴുവനും സിനിമാറ്റോഗ്രാഫി ചെയ്ത നാഷണൽ അവാർഡ് വിന്നർ മാത്രമല്ല, ഓർവോ ഫിലിം കമ്പനി ലോകത്തിലെ ഏറ്റവും നല്ല ഓർവോ ഫിലിം വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ക്യാമറാമാനായിട്ട് ഡിക്ലെയർ ചെയ്ത് അദ്ദേഹത്തിന് വാഹനമെല്ലാം കൊടുത്തു ഗിഫ്റ്റായിട്ട്. അദ്ദേഹം ആണ് അന്ന് എന്നോടൊപ്പം ഔട്ടായി പോയതും തിരിച്ച് അടയാറിലെത്തി. എന്തായാലും ഞാൻ സിനിമയിൽ, അപ്പോൾ എനിക്കൊരു മോറൽ സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലായി. മോറൽ സപ്പോർട്ടല്ല, ഒരു റെക്കമെൻഡേഷൻ ഇല്ല, നടക്കില്ല തന്നെ. അങ്ങനെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ജാനി സർക്കാർ എന്ന് പറഞ്ഞൊരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഒരു സിനിമാ പ്രസിദ്ധീകരണം തുടങ്ങി. ആ സിനിമാ പ്രസിദ്ധീകരണം അന്ന് എനിക്ക് പിന്നെ ടൈറ്റാനിയത്തിലൊരു ജോലി കിട്ടി. അവിടെ വെച്ചിട്ടാണ് ഈ സിനിമാ പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. അത് ഏകദേശം 1 വർഷത്തോളം നടന്നു, അത് നിന്നു. പിന്നീട് വേറൊരു സുഹൃത്തുമായിട്ട് ചേർന്നുകൊണ്ട് വിസ്താരമ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം തുടങ്ങി. അത് നന്നായിട്ട് പോയി, വളരെ നന്നായിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഒരുപാട് സിനിമാക്കാരൻ, നസീർ സാർ ഉൾപ്പെടെ, കമലഹാസൻ ഉൾപ്പെടെ എല്ലാവരുമായിട്ട്, കമലഹാസൻ ഞാനും കൂടെ പിന്നെ മ്യൂസിയം കണ്ട്, മ്യൂസിയം വഴി നടന്ന് ഈസ്റ്റ് ഫോർട്ട് വരെ പോകും. ഈസ്റ്റ് ഫോർട്ടിൽ ഇപ്പോഴത്തെ അന്നത്തെ ഗാന്ധി പാർക്കില്ല, അവിടെ ചെന്നിരിക്കും, തിരിച്ചു വരും. ഇവിടെ നമ്മുടെ താജ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു കാലഘട്ടമായിട്ടത്. ഞാനും കമലിനിപ്പോൾ ഓർമ്മ പോലും കാണത്തില്ല. അപ്പോൾ അദ്ദേഹത്തെ, കാരണം എൻ്റെ സിസ്റ്ററിൻ്റെ റിഗാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡാൻസ് സ്കൂളുണ്ട്, ഏകദേശം 1.5 ലക്ഷം പേര് ഇതുവരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3ാം വാർഷികത്തിന് 2 താരങ്ങളെ കൊണ്ടുവരണം. മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അന്ന് അച്യുത് മേനോൻ സാറാണ്. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ പോയിട്ട് കമലഹാസനെ ശ്രീവിദ്യയും വിളിച്ചു. അന്ന് സമസ്യ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തങ്കപ്പൻ മാഷ്, പ്രശസ്ത ഡാൻസ് മാഷ് തങ്കപ്പൻ മാഷാണ് അത് ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ അവിടുന്ന് വിളിച്ച് കൊണ്ടുവരികയും വലിയ ആൾക്കൂട്ടം അന്നുണ്ടാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ കമലുമായിട്ട് അടുക്കുന്നത്. പിന്നീട് ആ ബന്ധം പിന്നെ കമലഹാസനെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. എവിടെയോ ഒരു ഫംഗ്ഷൻ വെച്ച് ജസ്റ്റ് അത്രേ ഉള്ളൂ. ഇന്ത്യൻ സിനിമയുടെ 75ാം വാർഷികത്തിനോ അങ്ങനെ കണ്ടോ മറ്റേ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ പരിചയമില്ല, മറന്നുപോയി.
ഏതായാലും ഈ കോണ്ടാക്ട്സ്, ഈ പത്രപ്രവർത്തനത്തിലൂടെ കിട്ടിയ കോണ്ടാക്ട്സ്, അങ്ങനെ പത്രപ്രവർത്തനത്തിലൂടെ സിനിമയിൽ വന്ന വേറൊരു വ്യക്തിയുണ്ട്, അറിയാമോ? അതാണ് ബാലേന്ദ്രൻ. അങ്ങനെ കിട്ടിയ കോണ്ടാക്ട്സിലൂടെ ആയി വന്ന് എനിക്കൊരു പ്രൊഡ്യൂസറെ, എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടുണ്ട്, ഒരു സ്റ്റുഡിയോ, ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. ശിവൻ സ്റ്റുഡിയോയിലായിരുന്നു ആദ്യം നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായി ഒരു സ്റ്റുഡിയോ വട്ടിയൂർക്കാവിൽ തുടങ്ങി, ബാബു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ശ്രീധരൻ ഒരു തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു മുതലാളിയെ പരിചയപ്പെടുത്തി. അതിൻ്റെ നേരെ ടെക്സ്റ്റൈൽസുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ചെയ്യണം. അപ്പോൾ ചെറിയ സിനിമയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ PN ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടുണ്ട്. അദ്ദേഹം പിന്നെ ശ്രീനിവാസൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം ഇവിടെ വന്നൊരു സിനിമയായി ബന്ധപ്പെട്ട് വരികയും ഞാനതിന് തിരക്കഥയും സംഭാഷണവും ഗാനങ്ങൾ എഴുതുകയും അങ്ങനെ ആ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് അന്ന് റെഗാറ്റയിൽ ഹാർമോണിസ്റ്റായിരുന്ന പിന്നെ രാംകുമാർ എന്ന് പറയുന്ന എൻ്റെ കസിന് ദർശൻ രാമൻ എന്നുള്ള പേര് നൽകി അദ്ദേഹത്തെ മ്യൂസിക് ഡയറക്ടറാക്കി ഞാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു റെക്കമെൻഡേഷൻ, എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരാളെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ദർശൻ രാമനാണ്. അങ്ങനെ ആ പാട്ട് റെക്കോർഡിങ് മദ്രാസിൽ വെച്ച് കഴിഞ്ഞു. ജയചന്ദ്രൻ ദാസേട്ടനും ജാനകിയമ്മയൊക്കെയാണ് പാടിയത്. അങ്ങനെ ആദ്യത്തെ എൻട്രി. അത് കഴിഞ്ഞ് എനിക്കാണ് തങ്കമ്മ മുതലാളിയെ പരിചയപ്പെടുന്നത്. ഈ സിനിമ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് നസീർ സാർ അന്ന് സാർ കത്തെത്തിക്കുന്ന സമയം, അപ്പോൾ സാറിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചത്, അപ്പോൾ അടുത്ത മാസം നസീർ സാർ വരുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറഞ്ഞ് ഏകദേശം സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ അടുത്ത മാസം വന്നില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് VR ഗോപാലകൃഷ്ണനാണ് എൻ്റെ കോപ്പി റൈറ്റർ, എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്ന് VR മിടുക്കനായിരുന്നു, മരിച്ചുപോയി. ഇപ്പോൾ വേറെ പക്ഷേ കാക്കത്തൊള്ളായിരം എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. കാഴ്ചയ്ക്കപ്പുറം അതിനകത്തെല്ലാം പാട്ടെഴുതിയ ഞാനാണ്. അദ്ദേഹം മരിച്ചുപോയി. മലയാളത്തിലെ പ്രിയൻ്റെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. വലിയ ടോപ്പ് ആവേണ്ടതായിരുന്നു, എന്ത് ചെയ്യാൻ വിധിയില്ലാതായിപ്പോയി. എന്തായാലും ശരി, ഞങ്ങളിരുന്ന് സ്ക്രിപ്റ്റ് എഴുതി എല്ലാം കഴിഞ്ഞ് നസീർ സാറിനെ കാണാൻ മെല്ലാ സ്റ്റുഡിയോ ചെന്നു. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. മെല്ലാ സ്റ്റുഡിയോ ചെന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അത്ഭുതപ്പെട്ടു പോയി. ഇന്നത്തെ മമ്മൂട്ടിയും മോഹൻലാലും രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെയാണോ അത്രയും വലിയ നിലയിലാണ് അന്ന് നസീർ സാർ നിൽക്കുന്നത്. അപ്പോൾ സാറ് ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ കഥ എന്താണെന്ന് അദ്ദേഹത്തിന് ഒരു ത്രെഡ് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതുപോലെ കഥ ചെന്ന് അടൂർ ഭാഷ എടുത്ത് വായിച്ചേൽപ്പിക്കണം. അത് ശരി. അപ്പോൾ ആരുടെ അസിസ്റ്റൻ്റായിരുന്നു? നമ്മൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ KS ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു, കുറച്ചാണ്. പിന്നെ ബെന്നി അങ്കിൾ എന്ന് പറഞ്ഞ മുഹൂർത്തങ്ങൾ ചെയ്ത ബെന്നി അങ്കിളിൻ്റെ ഇവിടെ താജ് ഹോട്ടൽ ബഷീർ, അദ്ദേഹമാണ് എന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കുന്നത്. അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഇന്നും ഉണ്ട്. എൻ്റെ മൂത്ത ചേട്ടനെ പോലെ ഞാൻ ബഹുമാനിക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഗുരു എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ പറയും. അദ്ദേഹമാണ് എനിക്കൊരു അവസരം തരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനായിട്ട്. അങ്ങനെ ബെന്നി അങ്കിളിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഇതെല്ലാം പറഞ്ഞു. എന്തായാലും മദ്രാസിൽ ഞാനും തങ്കപ്പ മുതലാളിയും കൂടെ മദ്രാസിൽ സ്ക്രിപ്റ്റുമായിട്ട് പോവുകയാണ്. VR ഗോപാലകൃഷ്ണനുണ്ട്. ചെന്ന് അടൂർ ഭാഷയുടെ വീട്ടിൽ ചെന്ന് പാസി സാറിനെ കണ്ട് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് 2 സിനിമയ്ക്കുണ്ട്, ഇത്രയുടെ ആവശ്യമില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ചെറുപ്പക്കാരൻ അന്നത്തെ കാലത്തല്ല എപ്പോഴും ഒരു കഥ എഴുതുകയോ ഒരു കവിത എഴുതുകയോ ഒരു സ്ക്രിപ്റ്റ് എഴുതുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ളത് എല്ലാം എങ്ങനെ ഇതിനകത്ത് കുത്തിക്കയറ്റാന്ന് തീർച്ചയായിട്ടും തോന്നും. അങ്ങനെ ആണ് ലെങ്ത് കൂടിയത്. അത് അദ്ദേഹം തന്നെ ഈ സീൻ വേണ്ട അതെല്ലാം കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നേരെ നസീർ സാറിൻ്റെ ചെന്നപ്പോൾ നസീർ സാറും അടൂർ ബാസ് കൂടെ സാറും കൂടെ സംസാരിച്ച് കഴിഞ്ഞു ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച്. സംസാരിച്ച് അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആര് ഹീറോയിനായിട്ട്? അപ്പോൾ എനിക്കൊരു ആഗ്രഹം, നസീർ സാറിന് ഷീലാമായിട്ട് പിണങ്ങിയിട്ട് ഏകദേശം 10 കൊല്ലമായി ആ സമയത്ത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ തിരിച്ചു വന്നാൽ ഒരു സക്സസ് ആവും എന്നുള്ള ധാരണയിൽ അങ്ങനെ ഷീലാമ്മയെ കാസ്റ്റ് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നിനും നോ പറയില്ല. നസീർ സാറിന് അങ്ങനെ വലിയ അത് തന്നെ നസീർ സാറിനെ കുറിച്ച് ഒരുപാട് വലിയ, അതായത് ശരിക്കും നടനപ്പുറത്തേക്ക് മികച്ചൊരു ഹ്യൂമൻ ബീങ് അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പിന്നെ ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം പറഞ്ഞ പോലെ മറ്റൊരു വ്യക്തി നസീർ സാറിൻ്റെ അതേ കാലിബർ, ഇപ്പോൾ അതേ സ്വഭാവ വൈശിഷ്ട്യം ഉള്ള ഒരാൾ പിന്നീട് വന്ന് ഉമ്മൻചാണ്ടിയാണ്. ഇത് ഈ അടുത്ത കാലത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം പത്തിരിക്കണ്ട മൈതാനത്ത് നടന്നപ്പോഴത്തേക്കും നമ്മുടെ മന്ത്രി ആന്റണി രാജു ഇങ്ങനെ തന്നെ പറഞ്ഞു, പ്രൈം മിനിസ്റ്ററിന് ശേഷം മനുഷ്യനാണ് എന്ന് പറഞ്ഞു. സത്യമാണ്. നസീർ സാറിലേക്ക് വരാം. ഏതായാലും ചെന്നു, കണ്ടു, ഡേറ്റായി, പടം ഷൂട്ടിംഗ് നടന്നു.
ഷൂട്ടിംഗ് കഴിഞ്ഞു. കുട്ടനാടാണ് കംപ്ലീറ്റ് ലൊക്കേഷൻ. അപ്പോൾ നസീർ സാറിന് കുട്ടനാടില്ല, തിരുവനന്തപുരത്ത് പൂജപ്പുര ഒരു വീട്ടിലും എല്ലാം ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ വേളിയിൽ ഒരു യൂത്ത് ഹോസ്റ്റലും വെച്ചിട്ടാണ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ, ഞാൻ പലത്ത് പറഞ്ഞിട്ടുള്ള, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇടിച്ചിട്ടിരിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, അമൃത ഹോട്ടൽ. അന്ന് സിനിമാക്കാരുടെ ഏറ്റവും വലിയ പങ്കജ് ഹോട്ടൽ വരുന്നതിന് മുമ്പ് സിനിമാക്കാരുടെ കേന്ദ്രം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ഷീലാമ്മ ജയഭാരതിയൊക്കെ വന്നാൽ താമസിക്കുന്ന മാസ്കറ്റിൽ. നസീർ സാറിന് അവിടെ ഒരു റൂം കെട്ടിയപ്പോഴേ സാറിന് വേണ്ടി ഒരു റൂം കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുതലാളി അവിടെ താമസിക്കും. അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു 21 ദിവസത്തെ ഡേറ്റാണ് ബാലുഗിരിയത്ത് വാങ്ങിച്ചത്. 14 ദിവസം കൊണ്ട് എൻ്റെ വർക്ക് കഴിഞ്ഞു. 1,00,000 രൂപയാണ് അന്നത്തെ ശമ്പളം. 25,000 രൂപ തിരിച്ചു തന്നിട്ട് പറഞ്ഞു 14 ദിവസം ഞാൻ ജോലി ചെയ്തുള്ളൂ, മതി, ബാക്കി വയ്ക്കട്ടെന്ന്. ഏത് നടൻ പറയും? കൊടുക്കുന്നത് കുറഞ്ഞു പോയി എന്ന് പറയുന്നവരാണ് ഇന്നത്തെ നടന്മാർ. ഞാനേ കുറ്റപ്പെടുത്തുകയല്ല, അത് കാലഘട്ടം മാറുന്നത്. അങ്ങനെ ചെയ്തു. അങ്ങനെ എൻ്റെ ആദ്യത്തെ പടം സൂപ്പർ ഹിറ്റായി. ആ പടത്തിനെ കുറിച്ച് ഇപ്പം പറയുമ്പോൾ എനിക്കൊരു വലിയ സങ്കടമുണ്ട്. അതായത് ആ പടത്തിൻ്റെ 50-ാം ദിവസത്തിൻ്റെ വാർഷികം, അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ആ ഫംഗ്ഷൻ നടന്നത് തിരുവനന്തപുരത്ത് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ വെച്ചിട്ടാണ്. അതിന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വക്കം പുരുഷോത്തമനാണ്. അങ്ങനെ ആദ്യത്തെ പടം ഹിറ്റായി. രണ്ടാമത് വിസ എന്നുള്ള സിനിമ വരുന്നു. അപ്പോൾ വിസ എന്നുള്ള സിനിമ വരുമ്പോഴത്തേക്ക് അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഏകദേശമായി വരുന്ന ഒരു സമയത്താണ് പിന്നെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ഡയറക്ടറല്ല, ഡയറക്ടർ വേറൊരാളാണ്. അപ്പോൾ റെക്കോർഡിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പിന്നെ മ്യൂസിക് ചെയ്യാൻ മറിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബിച്ചു തിരുമല്ല പാട്ട് എഴുതുന്നു വിസയിൽ. അങ്ങനെ പാട്ടൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ സംവിധാനമായി നിശ്ചയിക്കുന്നത്. പാട്ടെഴുത്തും കഴിഞ്ഞു. അതിനകത്ത് മ്യൂസിക് ചെയ്തത് ജിതിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് കമ്പോസിങ്ങിന് മുമ്പായിരുന്നുണ്ടെങ്കിൽ ഞാൻ ദർശൻ രാമനെ റെക്കമെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരിക്കൽ സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക്, കാരണം ആ ചേട്ടനും അനിയനും കൂടെ പാട്ട് എഴുതി കമ്പോസ് ചെയ്യേണ്ടത്, ഇപ്പം ഞാനും വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു രണ്ടു കൂട്ടർക്കും ഗുണം ആവില്ല എന്ന് ബിച്ചേട്ടൻ പറഞ്ഞു. ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഏതായിരുന്നാലും ശരി, ആ പടം മമ്മൂട്ടിയും മോഹൻലാലും ശാന്തി കൃഷ്ണൻ ശ്രീനാഥും ഓക്കെ, മമ്മൂട്ടി വളർന്നു അങ്ങ് ബിസിയായിട്ട് വരുന്ന സമയം ആ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ആ പടം 100 ദിവസം ഓടി. ആ പടത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കോമഡി അഭിനയിക്കാനും എനിക്കറിയാമെന്ന് മോഹൻലാൽ തെളിയിച്ച പടമാണത്. കാച്ചിൽ വിളയിൽ ഔസേപ്പലോരാൻ സണ്ണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം. അത് മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു ഹൈക്ക് കിട്ടി. ആ ഹൈക്ക് കിട്ടിയതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അദ്ദേഹത്തെ നായകനാക്കി ഒരു സിനിമ ചെയ്തത്. വാകുരുവി വരുകുരുവി എന്നായിരുന്നു അതിൻ്റെ ഇത്. അതിനുശേഷം അത് നായകൻ എന്നുള്ള രീതിയിൽ അത് റിലീസാവുകയും ചെയ്തു. അങ്ങനെ ആ കാലഘട്ടത്തിൽ കുറേ സിനിമകൾ, അതിൽ ഒരു സിനിമ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട സിനിമയുടെ പേരാണ് തത്തമ്മേ പൂച്ച പൂച്ച. സുഹാസിനിയെ ഒരു ടോം ബോയ്സ് ഒരു ഡ്രസ്സിലാണ് ഞാനന്ന് അവതരിപ്പിച്ചത്, ജീൻസും ഒക്കെ ഇട്ട്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചുരുളി പോലെ അല്ല കേട്ടോ, ചുരുളിയിലെ പച്ചത്തെറി ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ഒരു നേരിട്ട് പച്ചക്ക് തെറി വിളിക്കാം. പക്ഷേ അന്ന് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വന്നതുപോലും വലിയ ചർച്ചയായി. അത് എൻ്റെ ഗുരുനാഥനാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന് അത് വലിയ മാനസിക വിഷമായി. അത് അദ്ദേഹം എഴുതാത്ത കുറച്ച് സാധനങ്ങളായിരുന്നു അത് വന്നത്. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന് കയറിപ്പോയതാണ് അത്. അങ്ങനെ ആ പടം പരാജയപ്പെട്ടതോടുകൂടി മമ്മൂട്ടി മോഹൻലാൽ പിന്നെ അത് പണ്ട് അങ്ങനെയാണ്, ഒരു പടം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കോംബോ ഓടെ വെച്ച് നഷ്ടമാവുകയാണ് ചെയ്യുന്നല്ലേ. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാജയപ്പെട്ട സിനിമയുടെ സംവിധായകനെ വിളിച്ചിട്ട് പിന്നെ പുതിയൊരു പടം പ്ലാൻ ചെയ്തോളൂ, ഞാൻ ഡേറ്റ് തരാമെന്ന് പറയുന്ന ഒരേ ഒരാളെ ലോക സിനിമയിലുണ്ടായിരുന്നുള്ളൂ. അത് വിളിച്ചു പറയും. അതുപോലെ പി ജി വിശ്വപരിചേട്ടൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. വിശ്വപരിചേട്ടൻ ആദ്യമായിട്ടൊരു സിനിമ ഒഴുക്കിനെതിരെയാണെന്ന് തോന്നുന്നു ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഉമ്മക്കാഴത്ത് എന്നിട്ട് ശമ്പളം പറഞ്ഞു, ഇത്ര രൂപ. ഉമ്മക്കാഴത്ത് അങ്ങനെ പലയിടത്ത് ശമ്പളം പറഞ്ഞപ്പോഴത്തേക്കും
ശമ്പളമൊന്നും വേണ്ട, വിശ്വംഭരം പടം ചെയ്യുന്ന പറയണേ. ശമ്പളമൊക്കെ പിന്നെ ആദ്യമായിട്ടൊരു പുതിയ ഡയറക്ടർ വരികയാണ്, ആദ്യം ചെയ്യത്. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. ആര് പറയും ഇപ്പം? അതെ, ഒരു മനുഷ്യർ പറയില്ല, ഒരു നടനും പറയത്തില്ല പൈസ ഇല്ലാതെ അഭിനയിക്കാമെന്ന്. വിശ്വപരിച്ചേട്ടൻ പറഞ്ഞാണ്. പിന്നെ പല നടന്മാരും, നടികളല്ല കേട്ടോ, പല നടന്മാരും അങ്ങനെ പിന്നെ പറഞ്ഞു വന്ന്. ആ കാലഘട്ടമൊക്കെ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വെണ്ടർ ഡാനിയൽ ചെയ്യുന്നത്. തൈലോട്ടാമ്പുറം, വിസ, ഒന്നും മിണ്ടാത്ത ഭാര്യ. മമ്മൂട്ടി ആദ്യമായിട്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ട് മുഖത്ത് വല്ലാതെ കാണിച്ചു. അതിനുശേഷം നിറക്കൂട്ടിൽ അതേ ടേൺ ഓവറിൽ പിന്നീട് വന്നെങ്കിൽ ആദ്യം വന്നത് എൻ്റെ ഇതിലാണ്. അതീവ സുന്ദരനുമായിരുന്നു ആ പടത്തിനകത്ത് മമ്മൂട്ടി. ഒന്നും മിണ്ടാത്ത ഭാര്യയിലെ ബാലതാരമായിട്ടാണ് ശാലിനി അഭിനയിച്ചത്. അത് നല്ല പാട്ടുകളുമുണ്ട്. അത് കഴിഞ്ഞ് അതിലെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംവിധാനം എൻ്റെതാണ്, എല്ലാം എൻ്റെത്. സാറിന് ഏറ്റവും ദാസേട്ടന് പോലും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടല്ലോ, അത് സ്വപ്നങ്ങളെ വീണുറങ്ങും. അതെൻ്റെ ആദ്യത്തെ സിനിമയിലെ പാട്ടാണ്. ആദ്യത്തെ തൈലോട്ടാമ്പുറത്തിലെ ആദ്യത്തെ പാട്ടാണ്. പക്ഷെ എന്നെ പലരും വിചാരിക്കുന്നത് എൻ്റെ പല പാട്ടുകളും യൂസഫ് അലി കേച്ചേരി എഴുതിയെന്നൊക്കെ വിചാരിക്കുന്നത്. കാരണം എന്നറിയാമോ, ഞാൻ ഒരുപാട് മാപ്പിള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒപ്പന പാട്ടുകൾ. എൻ്റെ സിനിമയിലെ പടങ്ങളിലെ ഒപ്പന പാട്ടുകൾ പോരുന്നേ പോരുന്നേ മണവാട്ടി പോരുന്നേ മാനത്തെ അമ്പിളി പോലെ ഫൗസിയ, അത് എന്തിനാണീ കള്ളനാണം പൊന്നുമോളെ ചെല്ലി വേഗം ഹസീന, അതൊക്കെ അത് മോഹൻലാൽ വെച്ച പടമാണ്. അതെല്ലാം യൂസഫ് അലി സാറാണ് എഴുതിയിരിക്കുന്നത് വിചാരിക്കും, പക്ഷെ ഞാൻ എഴുതിയ പാട്ടുകളാണ്. ഓണത്തിൽ ഞാൻ എഴുതിയ ഒരു നല്ല പാട്ടുണ്ട്, ജോൺസൺ മാഷ്. ഗ്രേറ്റ്. ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്ത് എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന, പിൽക്കാലത്ത് പ്രശസ്ത സംവിധായകനായി മാറിയ ജോസ് തോമസ്. അയാൾ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ജോസ് തോമസ് എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഷാജി കൈലാസ് എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നെ സിബി കെ തോമസ് എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഉദയകൃഷ്ണൻ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. വടക്കൻ സെൽഫി എടുത്ത പ്രിജിത്തൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സംഘം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ഇനി 2 പേര് മലയാള സിനിമയിലെ പ്രഗത്ഭ സംവിധായകരായി മാറാൻ സാധ്യതയുള്ള 2 പേര് എൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു. ഒന്ന് അസോസിയേറ്റ് ഡയറക്ടർ വാവാ കൊട്ടാരക്കര, 2 അസോസിയേറ്റ് ഡയറക്ടർ ബഷീർ കാഞ്ഞങ്ങാട്. ഇവർ 2 പേരും ടോപ്പാണ്. അവർക്കൊരു അവസരം കിട്ടിയ മലയാള സിനിമയിലെ ടോപ്പ് ഡയറക്ടേഴ്സ് ആയിരിക്കും, യാതൊരു സംശയം വേണ്ട. അങ്ങനെ ഒത്തിരി പേര്. ഞാൻ മിമിക്സ് ആക്ഷൻ ഫൈൻഡ് എന്നുള്ള സിനിമയിൽ എനിക്ക് സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് ഇല്ല, ആരും തരില്ല, പടം ചെയ്തേ പറ്റുള്ളൂ, ജീവിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ 40 മിമിക്രി ആർട്ടിസ്റ്റിനായിട്ടൊരു പടം ചെയ്തു. പടം 150 ദിവസം ഓടി. പക്ഷെ അത് സക്സസ് ആയിരുന്നെങ്കിലും ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എനിക്ക് പിന്നെ മോശമായിപ്പോയി. കാരണം അന്നത്തെ കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, ആ 2 സൂപ്പർ താരങ്ങളാണല്ലോ. അവരുടെ പടങ്ങൾ ചെയ്യാതെ ചെറിയ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപജാപ സംഘം അവനെ ഡീമോറലൈസ് ചെയ്യുന്ന ആൾക്കാർ ആ രീതിയിലേക്ക് സൈഡാക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, മലയാള സിനിമയിലെ സുവർണ്ണ കാലഘട്ടം ഏതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സിനിമയുടെ പ്രോഡക്റ്റ് കൊണ്ടുള്ള സുവർണ്ണ കാലഘട്ടം, അതായത് സിനിമ കൊണ്ടുള്ള നല്ല മികച്ച സിനിമകൾ സംഭവിച്ചിട്ടുള്ള കാലഘട്ടം. മറ്റൊന്ന് സാങ്കേതിക പ്രവർത്തകർ പട്ടിണിയില്ലാതെ ജീവിച്ച കാലം, അതും വലിയ സുവർണ്ണ കാലഘട്ടമാണ്. അതായത് മമ്മൂട്ടിക്കും മോഹൻലാലിനും മാർക്കറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാങ്കേതിക പ്രവർത്തകർക്കും സംവിധായകർക്കും മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം പട്ടിണിയാണ്. അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഫീസ് കൊടുക്കാൻ പൈസയില്ല, അവർക്ക് വീട്ടു വാടക കൊടുക്കാൻ നിർവാഹമില്ല, അവർക്ക് ഒന്നിനും നിർവാഹമില്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു. പക്ഷേ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുക, അവർ ഡേറ്റ് കൊടുക്കുന്നവർ മാത്രമേ രക്ഷപ്പെടുന്നു. ആ സമയത്താണ് മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, ജയറാമും ഒരു ഗ്രൂപ്പിൻ്റെ ആളാണ്. ഈ മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് മാർക്കറ്റുണ്ടായി. അങ്ങനെ മാർക്കറ്റ് ഉണ്ടായപ്പോൾ ഒരുപാട് സാങ്കേതിക, അതായത് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട, മമ്മൂട്ടിയാലും മോഹൻലാലും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടുള്ള ഒഴിവാക്കപ്പെട്ട് നിർത്തിയിരുന്ന ഒരുപാട് കലാകാരന്മാർക്ക് ജീവിക്കാൻ സാധിച്ചു. അതാണ് സുവർണ്ണ കാലഘട്ടം എന്ന് ഞാൻ എപ്പോഴും പറയും. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും സുവർണ്ണ കാലഘട്ടം. കാരണം ടെക്നീഷ്യൻസ് ജീവിച്ചു, ടെക്നീഷ്യൻസ് മക്കളെ പഠിപ്പിച്ചു, അത് കരഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കൊന്നും ഒരു ഡേറ്റ് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പേര് പറഞ്ഞ് കരഞ്ഞിട്ടുള്ള സംവിധായകരെ എനിക്കറിയാം, സാങ്കേതിക പ്രവർത്തകരെ എനിക്കറിയാം, സങ്കടപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്നും ഒരു രക്ഷയില്ലല്ലോ, ജീവിക്കാൻ നിർവാഹമില്ലല്ലോ എന്ന് പറയുന്ന. പക്ഷെ അവർ വളർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ളപ്പോഴാണ് ഈ മുകേഷ്
ജഗദീഷ് സിദ്ദിഖ്, ഞാൻ എല്ലാവരുടെ പേരും പറയുന്നില്ല, തുടങ്ങിയിട്ടുള്ളവരുടെ ജയറാം ഉൾപ്പെടെ, ജയറാമിനെ വീണ്ടും ഞാൻ പറയും, ജയറാം ഒരു സംഘത്തിൻ്റെ പുറകെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, മറ്റേ സീനിയേഴ്സിനെ കണ്ട് അദ്ദേഹം ഒരു ഉണ്ടാക്കി പോയി. പിന്നെ കുറേയൊക്കെ മാറ്റം വന്നു നമ്മുടെ സുരേഷ് ഗോപിയുടേത്. എന്നാലും ജഗദീഷ് മുകേഷ് സിദ്ദിഖിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, അത് അവരുടെ മാർക്കറ്റ് ഉണ്ടായത് ഒരുപാട് സാങ്കേതിക പ്രവർത്തകരുടെക്ക് ജീവിതം ലഭിക്കാൻ സാഹചര്യം ഉണ്ടാക്കി എന്ന് ഞാൻ പറയാം. അതാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സുവർണ്ണ കാലഘട്ടം എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ആര് പിണങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഈ പ്രായത്തിൽ പിന്നെ പിണങ്ങിയിട്ടോ ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മകഥയിൽ എല്ലാം പച്ചയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ട്, സകല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആരെ വേദനിപ്പിക്കുന്ന ഒരു വരി പോലും എഴുതിയിട്ടുമില്ല.